കുത്തിവെപ്പെടുത്ത സൂചി ശരീരത്തിനുള്ളിൽ കുടുങ്ങിക്കിടന്നത് ഒരു വർഷത്തോളം. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിക്കെതിരെ ചികിത്സാ പിഴവ് ആരോപണവുമായി ആറന്മുള സ്വദേശിനി വത്സല രംഗത്തെത്തി. കഴിഞ്ഞ ദിവസം ശസ്ത്രക്രിയ ചെയ്തെങ്കിലും മുഴുവൻ സൂചിയും പുറത്തെടുക്കാനായില്ലെന്ന് വത്സല പറയുന്നു. കോഴഞ്ചേരി ആശുപത്രി അഡ്മിറ്റ് ആയിട്ട് കിടന്നതാ. അന്ന് കിട്ടിയ ഇഞ്ചക്ഷനാ, അത് മരുന്ന് കല്ലിച്ച് കിടക്കുവാന്നാണ് ഞാൻ വിചാരിച്ചത്. ഇപ്പം പിന്നെ ഇപ്പോൾ ഒരു കൊണ്ട് നടന്ന് മടുത്തിപ്പോൾ വേദന കൂടിയപ്പോഴാണ് ആശുപത്രി ചെന്ന് എക്സ്റേ എടുത്തപ്പോഴാണ് സൂചിയാണെന്ന് കണ്ടത്. ഞാൻ ഇവിടെ തുണി തയ്ക്കാറൊന്നുമില്ല, എനിക്കിവിടെ കണ്ണും കാണത്തില്ല, സൂചിയും കോർക്കാൻ കണ്ണും കാണത്തില്ല, ഞാൻ തുണി തയ്ക്കാറുമില്ല. ഈ വീട്ടിൽ സൂചി നൂലൊന്നുമില്ല. പിന്നെ ഇവിടെ നിന്ന് തുണി തയ്ക്കുന്ന സൂചി കയറുന്ന ഡോക്ടർമാർക്കറിയാമല്ലോ, കുത്തിവെച്ചപ്പോൾ ഞാൻ സൂചിയാണെന്ന് അവർ സമ്മതിച്ച് തരുമോ? ഇപ്പം പകുതി എടുത്തു, ഓപ്പറേഷൻ ചെയ്ത് പകുതി ഇനി അതിനകത്തിരിക്കുന്നു. അതിന് വേദന എനിക്ക് സഹിക്കാൻ വേദന, ഞാൻ കിടക്കുക. വിവരങ്ങളുമായി ശശിനാരായണൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന്. ശശിനാരായണൻ, നമുക്കറിയാം ഈ കഴിഞ്ഞ കുറേ നാളുകളായി ആരോഗ്യ വകുപ്പിനെതിരെ പല ആരോപണങ്ങൾ ഉയർന്നു വന്നതാണ്. സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ പല ശസ്ത്രക്രിയകൾ നടത്തിയപ്പോഴും ഗുരുതരമായ ചികിത്സാ പിഴവുകൾ, രോഗികളുടെ മരണം വരെ സംഭവിച്ച അവസ്ഥ, വയറ്റിനുള്ളിൽ കത്രിക കുടുങ്ങിയ സാഹചര്യം. പക്ഷെ അവിടെയൊക്കെ ആരോഗ്യ വകുപ്പിനെ സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ ഡോക്ടർമാരെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു വകുപ്പ് സ്വീകരിച്ചിരുന്നത്. ഇവിടെ ഇപ്പോൾ ഈ കോഴഞ്ചേരിയും ജില്ലാ ആശുപത്രിക്കെതിരെയാണ് ചികിത്സാ പിഴവ് ആരോപണം. ശരീരത്തിനുള്ളിൽ സൂചി കുടുങ്ങിക്കിടന്നത് ഒരു വർഷത്തോളം എന്നാണ് പറയുന്നത്. സംഭവത്തിൽ എന്താണ് ഈ വത്സല പറയുന്നത്? അതോടൊപ്പം ആശുപത്രി അധികൃതരുടെ വിശദീകരണം ഈ വിഷയത്തിൽ വന്നിട്ടുണ്ടോ? കോഴഞ്ചേരി സ്വദേശിനിയായ വത്സല കുമാരിയാണ്, അതായത് 68 വയസ്സ് വരെ വത്സലയാണ് ഇപ്പോൾ ഈ പരാതിയുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഒരു വർഷം മുമ്പ് ഈ ശരീരത്തിൽ ഒരു കുത്തിവെപ്പെടുത്താണ്. ആ കുത്തിവെപ്പെടുത്ത സമയത്ത് സൂചി ഒടിഞ്ഞ് ശരീരത്തിനുള്ളിൽ കയറിയിരുന്നു. ഇത് പിന്നീട് ആശുപത്രി അധികൃതർ ശ്രദ്ധിച്ചില്ല. തുടർന്ന് വേദന എടുക്കുകയൊക്കെ ചെയ്തപ്പോൾ സാധാരണഗതിയിൽ മറ്റെന്തെങ്കിലും ആണെന്നാണ് വത്സല ധരിച്ചു വെച്ചത്. പിന്നീട് കൊണ്ട് പരിശോധിച്ച് എക്സ്റേ എടുത്തപ്പോഴാണ് ഈ ശരീരത്തിനുള്ളിൽ സൂചി ഇരിക്കുന്നതായി കണ്ടത്. പിന്നീട് ഈ പല പ്രാവശ്യം കാലിന്റെ വേദനയുമായിട്ട് പോകുന്ന സമയത്തൊക്കെ ഇത് വലിയ കാര്യമായി എടുക്കുകയും ചെയ്തില്ല. പിന്നീടാണ് ഈ ഞാൻ സൂചിപ്പിച്ച പോലെ എക്സ്റേ എടുത്തതിന് ശേഷം ഇത്തരം കാര്യങ്ങളിലേക്ക് എത്തുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ജനറൽ ആശുപത്രി, കോഴഞ്ചേരി ജനറൽ ആശുപത്രി എത്തി സർജറി ചെയ്തപ്പോൾ സ്വാഭാവികമായും ഈ സൂചി ഒടിഞ്ഞ നിലയിലാണ്. പകുതി മാത്രമാണ് എടുത്തത്. പകുതി ഇപ്പോഴും ശരീരത്തിനുള്ളിൽ തന്നെ എനിക്ക് ഭയങ്കര വേദനയും തന്നെയാണ് ഈ വത്സലയ്ക്കുള്ളത്. കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ തന്നെയാണ് ഈ കുത്തിവയ്പ്പ് വത്സല എടുത്തെന്നാണ് പറയുന്നത്. പക്ഷെ ആശുപത്രി അധികൃതർ ഇപ്പോൾ അത് പൂർണ്ണമായും നിഷേധിക്കുകയാണ്. എവിടെ നിന്നാണ് കുത്തിവെപ്പെടുന്ന അറിയില്ല, പക്ഷേ അത്തരം സ്ഥിരീകരിക്കാൻ കഴിയില്ല. ഇവിടുന്ന് തന്നെയാണോ